അയ്യപ്പ സംഗമത്തെ പറ്റി അവാസ്തവമായ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം വലതുപക്ഷ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്. മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങാനായി 1 ലക്ഷം, പരിപാടി അവതരിപ്പിക്കാത്ത നന്ദഗോവിന്ദം ഭജൻസിന് 8 ലക്ഷം നൽകി, ഭക്ഷണം നൽകിയതിന്റെ പേരിൽ തുക അടിച്ചുമാറ്റി, ദേവസ്വം ഫണ്ടിൽ നിന്നും ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പിനായി എടുത്ത തുക തിരികെ നിക്ഷേപിച്ചിട്ടില്ല എന്നിങ്ങനെ അവാസ്തവമായ കാര്യങ്ങളാണ് ഒരു അടിസ്ഥാനവുമില്ലാതെ വലതുപക്ഷ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്. എന്താണ് യാഥാർത്ഥ്യം? മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങാൻ പണം ചെലവഴിച്ചു എന്ന വിലാപമാണ് ആദ്യം ഉയർന്നത്. ദേവസ്വം ഓഡിറ്റ് റിപ്പോർട്ടിലോ സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലോ അങ്ങനെ ഒരു കാര്യമേ പറയുന്നില്ല. വായുവിൽ നിന്നും ഉണ്ടാക്കിയ ആരോപണമാണെന്ന് വ്യക്തം. ഗസ്റ്റ് ഹൌസ് നവീകരണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാനായി ഒരു എസ്റ്റിമേറ്റ് തുക സ്പെഷ്യൽ കമ്മീഷണർ നൽകിയിരുന്നു. അതിനായി 3,83,439 രൂപയാണ് വകയിരുത്തിയത്. ദേവസ്വം ബോർഡിന്റെ ഗസ്റ്റ് ഹൌസിലേക്ക് വാങ്ങുന്ന ഏതൊരു സാധനവും ദേവസ്വത്തിന്റെ സ്വത്താണ് എന്നിരിക്കെ അതിനെയാണ് തെറ്റായി വ്യാഖ്യാനിച്ച് മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങാൻ 1 ലക്ഷം രൂപ ചെലവഴിച്ചു എന്ന രീതിയിൽ ചിലർ ദുഷ്പ്രചാരണം നടത്തിയത്. നന്ദഗോവിന്ദം ഭജൻസ് അവതരിപ്പിക്കാത്ത പരിപാടിക്ക് പണം നൽകി എന്നായിരുന്നു മറ്റൊരു പ്രചാരണം. അങ്ങനെ തുക നൽകിയിരുന്നുവെങ്കിൽ വൗച്ചർ അല്ലെങ്കിൽ ബാങ്ക് ഇടപാട് രേഖകൾ ഉണ്ടായിരിക്കേണ്ടതാണ്. അങ്ങനെ ഒന്നും ഇല്ല. പരിപാടി അവതരിപ്പിക്കാൻ നന്ദഗോവിന്ദം ഭജൻസിനെ സമീപിച്ചിരുന്നു. എന്നാൽ മറ്റു പരിപാടികൾ ഉണ്ടായതിനാൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് അവർ അറിയിക്കുകയായിരുന്നു. പകരം പരിപാടി അവതരിപ്പിച്ചത് ഇഷാൻ ദേവിന്റെ സംഘമാണ്. 8 ലക്ഷം രൂപയാണ് ഇതിനായി ചെലവായത്. ഇവന്റ് മാനേജ്മെന്റ് ഏജൻസി ദേവസ്വം ബോർഡിന്റെ ചാർട്ടേഡ് അക്കൗണ്ടിന് സമർപ്പിച്ച സ്റ്റേറ്റ്മെന്റിൽ അശ്രദ്ധമായി ഉണ്ടായ പിശകാണ് നന്ദഗോവിന്ദം ഭജൻസ് പരിപാടി അവതരിപ്പിച്ചു എന്ന രീതിയിലുള്ള തെറ്റിദ്ധാരണ പ്രചരിക്കാൻ ഇടയായ കാരണം. ദേവസ്വം ഫണ്ടിൽ നിന്നും എടുത്ത തുക തിരികെ നിക്ഷേപിച്ചിട്ടില്ല എന്ന വസ്തുതാവിരുദ്ധമായ വാർത്തയാണ് പിന്നീട് പ്രചരിച്ചത്. വരവ് ചെലവ് കണക്കുകൾ അന്തിമമായിട്ടില്ലെന്നും എന്നാൽ ആഗോള അയ്യപ്പ സംഗമത്തിന് ഇതുവരെ ലഭിച്ച സ്പോൺസർഷിപ്പ് തുക 3 കോടിയാണെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട്. ധനലക്ഷ്മി ബാങ്ക് GST ഒഴികെ 2 കോടി രൂപ, കേരള ബാങ്ക് GST ഉൾപ്പെടുത്തി 1 കോടി രൂപ, ഇത് കൂടാതെ അദാനി ഗ്രൂപ്പ് 1 കോടി രൂപ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. ലഭിച്ച 3 കോടി രൂപ 17/10/2025 ദേവസ്വം ബോർഡ് ജനറൽ ഫണ്ടിൽ നിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. കിഫ്ബി എംപാനൽ അംഗീകാരമുള്ള തൊഴിൽ വകുപ്പിന് കീഴിലുള്ള കേരള അക്കാദമി ഫോർ സ്കിൽസ് ഡെവലപ്മെന്റിന്റെ സെന്റർ ഓഫ് എക്സലൻസ് ആയ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻസ് അതായത് IIICA ആണ് ദേവസ്വം ബോർഡ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഇവന്റ് മാനേജ്മെന്റ് ഏജൻസിയായി നിയമിച്ചത്. സ്പോൺസർഷിപ്പ് തുക ലഭിക്കുന്നതിലെ കാലതാമസം പരിപാടിയുടെ നടത്തിപ്പിനെ ബാധിക്കാതിരിക്കാൻ 2025-2026 ബഡ്ജറ്റിലെ എക്സ്പെൻഡിച്ചർ ഹെഡ് 2G സപ്ലൈസ് ആൻഡ് കണ്ടിൻജൻസീസ് എന്ന ശീർഷകത്തിലെ ഉപശീർഷകമായ 21 റിലീജിയസ് കൺവെൻഷൻ ആൻഡ് ഡിസ്കോഴ്സ് എന്ന തലക്കെട്ടിൽ വകയിരുത്തിയ 5 കോടി രൂപ ആഗോള അയ്യപ്പ സംഗമത്തിനായി ധനലക്ഷ്മി ബാങ്കിൽ ആരംഭിച്ച പ്രത്യേക സേവിങ്സ് അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചു. ആ അക്കൗണ്ടിൽ നിന്ന് 3 കോടി രൂപ IIICക്ക് അഡ്വാൻസ് ആയി നൽകി. കൂടാതെ താമസ സൗകര്യത്തിനായി വിവിധ ഹോട്ടലുകൾക്ക് 12,76,440 രൂപയും GST ഇനത്തിൽ 15,25,424 രൂപയും നൽകി. സംഗമം അവസാനിച്ച ദിവസം കൂടുതൽ ആളുകൾക്ക് ഭക്ഷണം നൽകിയതാണ് മറ്റൊരു അപരാധമായി ചിത്രീകരിച്ചിരിക്കുന്നത്. ഭക്ഷണത്തിൽ യാതൊരു വിവേചനവും ഉണ്ടാകരുതെന്ന നിലപാടായിരുന്നു ദേവസ്വം ബോർഡ് സ്വീകരിച്ചത്. ശബരിമല ദർശനത്തിന് എത്തിയ അയ്യപ്പ ഭക്തർ, ദിവസവേതന തൊഴിലാളികൾ, ഡോളി തൊഴിലാളികൾ തുടങ്ങി പമ്പയിലെ ഭക്ഷണശാലയിൽ എത്തിയ എല്ലാവർക്കും ഭക്ഷണം നൽകിയിട്ടുണ്ട്. കോടതി നിശ്ചയിച്ച സമയപരിധി പാലിക്കേണ്ടതിനാലാണ് ചാർട്ടേഡ് അക്കൗണ്ടിന്റെ റിപ്പോർട്ട് കൂടുതൽ വിശദ പരിശോധനയ്ക്ക് മുൻപ് സമർപ്പിക്കേണ്ടി വന്നത്. അതിലെ ചില പാകപ്പിഴകളെ ഊതിപ്പെരുപ്പിച്ച് വസ്തുതകൾ വളച്ചൊടിച്ച് വാർത്ത നൽകുകയായിരുന്നു വലതുപക്ഷ മാധ്യമങ്ങൾ ചെയ്തത്. കാലത്തിന്റെ ആവശ്യമായ ആഗോള അയ്യപ്പ സംഗമം എന്ന പരിപാടിയെ ദൂർത്തോ അനാവശ്യ പരിപാടിയോ ആയി ചിത്രീകരിക്കാൻ പരിപാടി നടത്തിയ നാൾ തൊട്ട് ആസൂത്രിതമായി ശ്രമിച്ചു വരുന്നതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ വ്യാജ പ്രചാരണങ്ങൾ. ആഗോള അയ്യപ്പ സംഗമം പൊളിക്കാനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്വർണ്ണപീഠവുമായി രംഗത്തിറക്കിയതും തുടർന്ന് ശബരിമലയിലെ കള്ളന്മാർ അകത്തായതും ഓർമ്മയുണ്ടാകുമല്ലോ. അന്നു മുതലുള്ള ആസൂത്രിതമായ ആക്രമണങ്ങളുടെ തുടർച്ച തന്നെയാണ് ഇപ്പോഴത്തെ വ്യാജ പ്രചാരണങ്ങളും. ശബരിമലയുടെ യശസ്സും മഹത്വവും ലോകമെമ്പാടും എത്തിക്കാനുള്ള ശ്രമത്തെയാണ് തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കരിവാരിത്തേക്കാൻ ഒരു സംഘം ഉപജാപകർ ശ്രമിക്കുന്നത്.